നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഭാരതത്തിന്റെ പുറത്തുള്ള ഒട്ടനവധി രാജ്യങ്ങളുടെ പേരുകൾ, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായി നമ്മുടെ പുരാണങ്ങളിലെ ആളുകളുടെ ബന്ധം എന്നിവയെല്ലാം പറയുന്നതായി കാണാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള പുരാണങ്ങളിൽ പറയുന്ന വിദേശ രാജ്യങ്ങൾ ഇന്നത്തെ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാകുന്നു എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. മഹാഭാരതത്തിൽ ദുര്യോധനന്റെ പക്ഷത്ത് നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്തുവെന്ന് പരാമർശിക്കുന്ന ഒരു വിദേശ ശക്തിയായിരുന്നു കാംബോജർ. ഈ കാംബോജർ അഥവാ കാംബോജ ദേശം ഇന്നത്തെ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗം മുതൽ അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അടുത്തതായി ശകർ അഥവാ മ്ലേച്ഛർ എന്നായി പരാമർശിക്കുന്ന യോദ്ധാക്കൾ മഹാഭാരതത്തിൽ ദുര്യോധന പക്ഷം നിന്നവർ ആകുന്നു. അവരുടെ പ്രദേശമാകുന്നു ഇന്നത്തെ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ അഫ്ഗാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളുടെ പ്രാന്തപ്രദേശങ്ങൾ ആകുന്നു. ഇനി യവനദേശം. നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു രാജ്യക്കാരാണ് ഇവർ. ഇവരെ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കൗരവർക്ക് പിന്തുണ നൽകിയ ഇവർ തുർക്കിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഗ്രീസ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്നു. ഇനി അടുത്തതായി കുതിരസേനയിൽ വിദഗ്ധരായ കഠിന യുദ്ധശൈലികൾ പ്രയോഗിച്ചിരുന്നവരായി പറയപ്പെടുന്ന കൗരവരുടെ ഭാഗമായിരുന്ന രാജ്യക്കാർ. അവരെ തുഖാരദേശക്കാർ എന്ന് വിളിക്കുന്നു. അവരുടെ ദേശം ഇന്നത്തെ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാന്റെ വടക്കു ഭാഗങ്ങൾ, തജിക്കിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും കുറച്ച് ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇനി അടുത്തതായി ഭീഷ്മരുടെ അച്ഛനാകുന്ന ശന്തനുവിന്റെ സഹോദരനാകുന്നു ബാൽഹികൻ. അദ്ദേഹത്തിന്റെ ദേശമാകുന്നു ബാൽഹികം. അത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. കൗരവർക്ക് പിന്തുണ നൽകിയതായി കാണപ്പെടുന്ന മറ്റൊരു കൂട്ടരാകുന്നു പഹ്ലവർ അഥവാ പേർഷ്യക്കാർ. പേർഷ്യ എന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഇന്നത്തെ ഇറാനാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. മഹാഭാരതത്തിന് പുറമെ ബൃഹത് സംഹിതയിൽ പറയുന്ന ഒരു പ്രദേശമാണ് രോമകദേശം. ഇത് ജ്യോതിശാസ്ത്രത്തിനും മറ്റും പേര് കേട്ടതായി പരാമർശിക്കപ്പെടുന്നു. പേര് പോലെ തന്നെ റോമാകുന്നു ഈ പ്രദേശം. പുരാണങ്ങളിൽ ഭൂമിയെ ജംബുദ്വീപ് എന്ന വലിയ ദ്വീപായി കണക്കാക്കുന്നു. ഈ ജംബുദ്വീപ് പല വർഷങ്ങളായി വിഭജിച്ചിരുന്നു. ഇതിലൊന്നാണ് ഭദ്രശവർഷം. ഇന്ന് ഈ ഭാഗം ചൈന, ജപ്പാൻ അല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിലെ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്നു എന്ന് അനുമാനിക്കുന്നു. എന്നിങ്ങനെയാകുന്നു പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഭാരതത്തിന് പുറത്തുള്ള ചില പ്രദേശങ്ങളും അഥവാ രാജ്യങ്ങളും അവരുടെ ഇന്നത്തെ പേരുകളും.